ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലും വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്തയ രാജിവെച്ചു. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണമുള്ള ഫലസ്തീൻ അതോറിറ്റി സർക്കാരിന്റെ തലവനാണ് ഇഷ്തയ. ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനാണ് രാജി സമർപ്പിച്ചത്. മുഹമ്മദ് ഇഷ്തയ തന്നെയാണ് രാജിവെച്ച കാര്യവും പുറത്തുവിട്ടത്. വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവമായ നടപടികളുടെയും ഗസ മുനമ്പിലെ യുദ്ധത്തിന്റെയും വംശഹത്യയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ രാജിവെക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗസയിലെ പുതിയ യാഥാർത്ഥ്യം കണക്കിലെടുത്തുള്ള പുതിയ സർക്കാർ രാഷ്ട്രീയ രൂപീകരണം വെല്ലുവിളി നിറഞ്ഞതാകും. അതിന് ഫലസ്തീൻ ജനതയുടെ പൊതുസമ്മതം വേണം. ഫലസ്തീൻ ഭൂമിക്ക് മേലുള്ള അധികാരത്തിലും ഫലസ്തീന്റെ ഐക്യത്തിലും അടിസ്ഥാനമാക്കിയുള്ളതാകണം അതെന്നും മുഹമ്മദ് ഇഷ്തയ കൂട്ടിച്ചേർത്തു. അക്കാദമിക് സാമ്പത്തിക വിദഗ്ധനായ മുഹമ്മദ് ഇഷ്തയ 2019 ഫലസ്തീന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. ഫലസ്തീൻ അതോറിറ്റിയെ ഇളക്കിമറിക്കാനും ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തിന്റെ ഭരണം കാര്യക്ഷമമായ ഒരു രാഷ്ട്രീയ ഘടനയുടെ കീഴിൽ ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കാനും അബ്ബാസിന് മേൽ അമേരിക്കൻ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് ഇഷ്തയ രാജി സമർപ്പിക്കുന്നത്. അതേസമയം അബ്ബാസിന്റെ കീഴിലുള്ള ഫലസ്തീൻ അതോറിറ്റിയുടെ ആഹ്വാനങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലതവണ നിരസിച്ചിരുന്നു. എന്നാൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാലുടൻ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹ്മൂദ് അബ്ബാസ് നീക്കം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഗസയുടെ പുനർനിർമ്മാണത്തിനായിരിക്കും പുതിയ സർക്കാരിന്റെ പ്രാഥമിക പരിഗണന. രാഷ്ട്രീയ നേതാക്കൾക്കു പകരം വിവിധ രംഗങ്ങളിൽ വിദഗ്ധരായ ഒരു സംഘത്തെ ചേർത്തായിരിക്കും പുതിയ സർക്കാർ രൂപീകരണമെന്നാണ് ഈജിപ്ത് മാധ്യമമായ അഷർഗുൽ ഔസദ് റിപ്പോർട്ട് ചെയ്തത്. പുതിയ സർക്കാർ രൂപീകരിക്കാൻ നീക്കമുണ്ടെങ്കിൽ രാജിവെക്കുമെന്ന് മുഹമ്മദ് ഇഷ്തയ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഫലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹ്മൂദ് അബ്ബാസ് ക്ഷണിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിന് വിവിധ ഫലസ്തീൻ കക്ഷികളുടെ അംഗീകാരം ആവശ്യമാണ്. സർക്കാരിന്റെ രാജി നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ജോർദാൻ രാജാവ് ഉൾപ്പെടെയുള്ള അറബ് നേതാക്കളുമായി അബ്ബാസ് ചർച്ച നടത്തിയിരുന്നു. 1954 ഫലസ്തീനിൽ ജനിച്ച മുഹമ്മദ് മുസ്തഫ അറബ് മേഖലയിൽ വിവിധ രാഷ്ട്രീയ സാമ്പത്തിക സമിതികളിൽ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. വിവിധ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനിടെ ഖത്തർ കേന്ദ്രമായി വെടിനിർത്തൽ ചർച്ച തുടരുകയാണ്. അധികം വൈകാതെ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം. ബന്ദികൾക്ക് പകരം ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ തടവറയിലുള്ള മുതിർന്ന ഫലസ്തീൻ നേതാക്കളെ വിട്ടയക്കണമെന്ന ഹമാസ് ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വെടിനിർത്തൽ കരാർ ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല. ലെബനാനിലെ ബിഗ താഴ്വരയിൽ ഇസ്രായേൽ പോർവിമാനങ്ങൾ നടത്തിയ ബോംബിങ്ങിൽ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ കേന്ദ്രങ്ങൾക്കു നേരെ ഹിസ്ബുള്ളയുടെ വ്യാപക മിസൈൽ ആക്രമണവും നടന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രിയും US ബ്രിട്ടീഷ് സൈനികാക്രമണവും നടന്നു.